ശ്രീ ബി എൻ ഹസ്കറിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തുക മാത്രമാണ് നിലവിൽ ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞതാണ് എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുന്നില്ല. ഇപ്പോഴും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു. ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞില്ലല്ലോ എന്നുള്ള മറുവാദങ്ങളൊക്കെയാണ് CPM ഉയർത്തുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിനെതിരെ വളരെ വേഗം കേസെടുക്കുന്നതും അതോടൊപ്പം കോൺഗ്രസ് നേതാവിനെതിരെ AI ഫോട്ടോ പ്രചരിപ്പിച്ചു കലാപാഹ്വാനം എന്നുള്ളതിന്റെ പേരിൽ കേസെടുക്കുന്നതും ഒക്കെ തികച്ചും പരിഹാസ്യരാകുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നിലവിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് ക്രിയാത്മകമായ കാര്യക്ഷമമായ ഇടപെടലാണ് നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്? മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി സോണിയയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം പങ്കുവയ്ക്കുമ്പോഴെങ്കിലും സർക്കാരിന്റെ ക്രിയാത്മകത അല്ലെങ്കിൽ സർക്കാരിന് ഈ വിഷയത്തിന്മേലുള്ള താല്പര്യം എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല? സർക്കാരിന്റെ ഒരു നയം വ്യക്തമാക്കൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടില്ല? രോഹിണി, ഇതില് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് ശബരിമല പലപ്പോഴും പല ഘട്ടങ്ങളിലും സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രീയമായി വിത്തിറക്കുകയും അതിന്റെ ഫലം കൊയ്തിട്ടുള്ളത് UDF ആണ് എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം നാം ഇത്തരം ചർച്ചകളെ വല്ലാതെ കൊണ്ടുപിടിപ്പിച്ചു പോകേണ്ടത്. എന്തുകൊണ്ടെന്നാൽ 1983 നിലയ്ക്കൽ സമരത്തെ തുടർന്ന് നിലയ്ക്കൽ നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഗുണം ആർക്കായിരുന്നു ഗുണം ചെയ്തതെന്നും 2019 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തിനെ തുടർന്ന് കേരളത്തിൽ സംഘപരിവാർ സംഘടനകളും ചില മത സംഘടനകളും നടത്തിയ സമരം ആർക്ക് ഗുണം ചെയ്തു എന്നുള്ളതും നമ്മുടെ മുന്നിൽ കൃത്യമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് 2018 യുവതീ പ്രവേശനം ആർക്ക് ഗുണം ചെയ്യാനായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നത് എപ്പോഴായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതെ, ഇതിൽ വളരെ കൃത്യമായിട്ട് ഇത് സംഘപരിവാർ ഇതിനെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതിന്റെ ഫലം കൊണ്ടുപോകുന്നത് UDF ആണ് എന്ന ബോധ്യം ഇപ്പോഴും സംഘപരിവാർ സംഘടനകൾക്കോ കേന്ദ്രങ്ങൾക്കോ ബുദ്ധി കേന്ദ്രങ്ങൾക്കോ ഇല്ലാതെ പോകുന്നു എന്ന വിമർശനമാണ് ഒന്നാമതായിരിക്കുള്ളത്. രണ്ട്, അങ്ങ് ചോദിച്ച ഏറ്റവും പരമപ്രധാനവും കാതലുമുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറയ്ക്കാനോ ഒളിക്കാനോ ഉണ്ടോ എന്നുള്ളതൊരു മറ്റൊരു ചോദ്യവും. ഈ ചോദ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മറുപടി പറയുക എന്ന് പറയുന്നത് ശബരിമല വിഷയം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സജീവ ചർച്ചയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ശബരിമലയിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ എടുത്തിട്ടുള്ള നടപടിയെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ കൂടി തെളിവ് കൂടിയാണ്. നമുക്കറിയാം 2019 കാലയളവിൽ ശബരിമലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അതിഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളിൽ നിന്ന് തുടങ്ങുന്നതല്ല ശബരിമലയിലെയോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുമായി ബന്ധപ്പെട്ടുള്ള 2009 മുതലുള്ള കാലഘട്ടങ്ങളിൽ തന്നെ ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതും ആ ക്രമക്കേടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കിപ്പോ എടുത്തിട്ടുള്ള 2 കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കേസുകളുടെ രേഖകളിൽ നിന്നുകൂടി വർത്തമാനം പറഞ്ഞാൽ ആ കേസുകളിൽ നേരത്തെ ഇപ്പൊ ആന്റണി സാറൊക്കെ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു മോഷണ കേസ് ലഭിച്ചാൽ, പ്രത്യേകിച്ച് സ്വർണം മോഷണം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്വല്ലറിക്കാരനിൽ എത്തി ആ ജ്വല്ലറിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ സ്വർണം തിരിച്ചു പിടിച്ച് റിക്കവറി ചെയ്ത് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ സുഭാഷ് കപൂർ മോഡലിലൊരു കൊള്ള നടന്നിരിക്കുന്നു എന്ന ഗൗരവതരമായിട്ടുള്ള സംശയം വരുന്ന തരത്തിലാണ് ഡി മണിയിലേക്കും ശ്രീകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളിലേക്കും ഈ കേസിന്റെ അന്വേഷണം SIT ചെന്നെത്തി നിൽക്കുന്നത്. ഇതൊരു ചെറിയ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ ഒതുക്കി തീർക്കാവുന്ന അല്ലെങ്കിൽ ചെന്നെത്തി നിൽക്കാവുന്ന ഒരു അന്വേഷണ പുരോഗതി അല്ല അന്വേഷണ സംഘം ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 2019 കാലയളവിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുപ്രധാനമായിട്ടുള്ള പുരാവസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലേലത്തിൽ വിൽക്കുന്നതിന് തീരുമാനമെടുത്തു എന്ന ഗൗരവതരമായിട്ടുള്ള ആരോപണം അടക്കം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡി മണി പോലുള്ള ആളുകളെ സംശയ മുനയിലേക്ക് SIT കൊണ്ടെത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ അന്വേഷണം വളരെ സുതാര്യവും സത്യസന്ധവും നീതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതുകൊണ്ട് ഈ അന്വേഷണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
ഒരേപോലെ തന്നെ ശബരിമല വിഷയം ഗൗരവതരമാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ വളരെ കൃത്യമായ ഒരു സെന്റിമെന്റ്സ് ഓരോ മനുഷ്യർക്കുണ്ട്. ഇപ്പൊ നമുക്ക് കോടതി വിധികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇതും അതുപോലെ തന്നെ ജാമ്യം നിരാകരിച്ചുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നോക്കുന്ന സിംഗിൾ ബെഞ്ചിന്റെയും അടക്കം വിധികൾ പരിശോധിക്കുമ്പോൾ ആ വിധികളിൽ തന്നെ പറയുന്നത് നിയമത്തിനപ്പുറം അല്ലെങ്കിൽ നിയമബോധത്തിന്റെയും അപ്പുറം കോടതികൾ പോലും ഇപ്പോൾ കാണുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ സെന്റിമെന്റ്സ് ആണ് എന്ന തലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നിയമവും തെളിവുകൾക്കും അപ്പുറം വിശ്വാസത്തെ ആണ് മുറുകെ പിടിക്കുന്നതിന് കോടതി അങ്ങനെ തന്നെ മുറുകെ പിടിക്കേണ്ടതുമല്ലേ? കാരണം കോടാനുകോടി ജനങ്ങളാണ് അയ്യനെ കാണാൻ എത്തുന്നത്. അവർ സർവവും അവിടെ സമർപ്പിക്കുകയാണ്. അത് മറുഭാഗത്തിരുന്നു കൊണ്ട് ഒരു സംഘം ഇങ്ങനെ കൊള്ളയടിച്ച് നീങ്ങുമ്പോൾ നീതിന്യായ വ്യവസ്ഥകൾ അതിന് ഉതകുന്ന തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് തീർച്ചയായും സ്വാഗതാർഹം തന്നെയാണ്. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് താങ്കൾ പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു കണ്ണിയിൽ നിന്ന് മറ്റൊരു കണ്ണിയിലേക്ക് പോകുന്ന സമയപരിധി കൂടി താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇവരാരും ചില്ലറക്കാരല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി തന്നെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി വന്ന കീഴ്ഘടകമായി വന്ന വ്യക്തിയാണ്. അയാൾ ഒരു സ്പോൺസർ എന്നുള്ള തലത്തിലേക്ക് ഉയരണമെങ്കിൽ അത് ഉയർത്തിയത് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പിന്നിലുള്ള രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്ര വലിയ കള്ളന്മാർ 2009 താഴികക്കുടത്തിൽ തുടങ്ങുന്ന ആ കവർച്ച, ഇത്ര വലിയ കള്ളന്മാർ അവർക്ക് നാളെ ഒരു കാലത്ത് പിടിക്കപ്പെട്ടാൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ മൊഴികളിലെയൊക്കെ വൈരുദ്ധ്യം നിഴലിക്കുന്നതും. അപ്പോൾ SIT ശരിയായ ദിശയിൽ ഇങ്ങനെ നീങ്ങുന്നു എന്ന് പറയുമ്പോഴും ഈ കൊള്ളയിൽ, വർഷങ്ങളെടുത്ത ഈ കൊള്ളയിൽ പല തിരിമറികളും നടത്തി രേഖകളിലടക്കം കള്ളത്തരങ്ങൾ കാണിച്ച് വലിയ ആസൂത്രണത്തോടെ ഇടതും വലതും ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാറ്റിവെച്ചാൽ തന്നെ കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ പല തെളിവുകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയില്ലേ? അപ്പോൾ ഈ വന്ന കാലതാമസം, ഒരു കണ്ണിയിൽ നിന്ന് മറ്റൊരു കണ്ണിയിലേക്ക് എത്താൻ SIT കാണിച്ച താമസം, അവിടെയാണ് രാഷ്ട്രീയ പ്രേരിതമായ ഏതോ തരത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായത് എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രോഹിണി, അങ്ങ് പരിശോധിക്കേണ്ടത് ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശത്തിനും അതിനൊപ്പം സൂക്ഷ്മമായ നിരീക്ഷണവും ജാഗ്രതയിലുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉള്ളത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനോ സർക്കാർ തലത്തിലോ ഈ SITയെ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ SITക്ക് മേൽ ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പരമപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, വളരെ സത്യസന്ധരും നീതിയുക്തരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഈ കേസിലെ ചില പ്രതികളെ പോലും അവർക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ പോലും കുറ്റകൃത്യമായി മാത്രം കണ്ടുകൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന ബോധ്യമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റു പറ്റിയതിന്റെ ഭാഗമായി പോലും കുറ്റകൃത്യത്തിൽ പ്രതിയാവുകയും ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയും ചെയ്യുന്ന പ്രതികൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള കേസാണ്. മാത്രമല്ല, ഇതില് ശാസ്ത്രീയമായ ചില പരിശോധനകൾ, പുനഃക്രമീകരണങ്ങൾ ഇക്കാര്യത്തിൽ അന്വേഷിച്ചു പോകുമ്പോൾ നിശ്ചയമായി കേസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ നിൽക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് സ്വർണം നൽകിയത് സംബന്ധിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശിയത് സംബന്ധിച്ച് ദേവസ്വം ബോർഡുകളിൽ 99 കാലയളവിൽ പോലും രേഖകളില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒന്ന്. രണ്ട്, ഈ സ്വർണം പൂശിയാൽ തന്നെ സ്വർണം പൂശുക എന്ന് പറയുന്ന പ്രക്രിയയെ സംബന്ധിച്ച് ഗോൾഡ് പ്ലേറ്റിംഗ് പ്രക്രിയയെ സംബന്ധിച്ച് ഏറ്റവും ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയുന്ന നിക്കൽ പ്ലേറ്റിംഗ്, ഏറ്റവും ആധുനികമായി ചെയ്യുന്നത് നിക്കൽ പ്ലേറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നിക്കൽ പ്ലേറ്റിംഗ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ പോലും അതിന്റെ കാലദൈർഘ്യത്തെ സംബന്ധിച്ച് കാര്യം അതിന്റെ കെമിസ്ട്രി പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വർണം കുറെ കാലം കഴിയുമ്പോൾ നിശ്ചയമായും അതിൽ സംഭവിക്കുന്ന ഓക്സിഡൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ കെമിക്കൽ പ്രോസസ്സിംഗ് നടക്കാറുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് അതിൽ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഗോൾഡ് നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിംഗ് സംഭവിക്കാറുണ്ട്. അപ്പോ അതടക്കം പരിശോധിക്കുമ്പോൾ ഇത് എത്രത്തോളം SITക്ക് ശാസ്ത്രീയമായി ഒരു കോടതിയെ തെളിയിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം പോലും എന്നെ പോലുള്ള ആളുകൾക്കുണ്ട്. അപ്പൊ ആ സംശയം നിശ്ചയമായും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ മറിച്ച്
ഇതിനൊക്കെ അപ്പുറം ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഗോൾഡ് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിന് ദേവസ്വം ബോർഡിലോ അതല്ലെങ്കിൽ ശബരിമലയിലോ യാതൊരു രേഖകളും നിലവിലില്ല. മറിച്ച് SIT അതിനെ അവലംബിപ്പിക്കുന്നത് 2 സാക്ഷികളുടെ മൊഴിയാണ്. ആ സാക്ഷികളിൽ ഒരാൾ ഇന്നിപ്പോ കേസിൽ പിന്നീട് ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD ഭണ്ഡാരി ആയിരുന്നു ഒരു സാക്ഷി. ഈ സ്വർണം പ്രോസസ് ചെയ്ത സമയത്ത് സ്വർണം ലഭിച്ചില്ലെന്നും സ്വർണം ഉണ്ടായിരുന്നു എന്നും ഉള്ള 161 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെതായിരുന്നത്. പക്ഷെ ആ ഭണ്ഡാരി പിന്നീട് പ്രതിയാവുകയും ഇപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യണം. അപ്പൊ അത്തരത്തിൽ നിലവിൽ തെളിവുകളുടെ അഭാവം ഈ കേസുകളിൽ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് SITക്ക് കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമപരമായി എനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആ നിയമപരമായി ദുർബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നില്ലേ ഈ സംഘത്തിന്റെ ലക്ഷ്യവും എന്നുള്ളതാണ്. കാരണം രേഖകളുടെ എല്ലാം അഭാവമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഈ പ്രതിപട്ടികയിൽ ഉള്ളവരെല്ലാം അവിചാരിതമായി ഒന്നും പ്രതിപട്ടികയിലേക്ക് വന്നതല്ല. സ്വർണം ചെമ്പെന്ന് മഹസറിൽ എഴുതിയതും സാക്ഷിയായി ഒപ്പിട്ടതുമൊക്കെ ഇവരിലെ കണ്ണികൾ തന്നെയാണ് എന്നുള്ളത് തെളിഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിലൊക്കെ ഇവരൊക്കെ വളരെ നിഷ്കളങ്കരാണ്. അറിയാതെ ഒരു ഒപ്പിട്ടതിന്റെ പേരിലൊക്കെ പെട്ടുപോയി എന്നുള്ളത് പറയുന്നത് അനുചിതമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.